കാർഷിക വാർത്തകൾ. ഇന്ത്യക്ക് വലിയ ആശ്വാസമായി യൂറിയ ഇറക്കുമതി വില കുത്തനെ ഇടിഞ്ഞു. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന്റെ പുതിയ ടെൻഡറിലാണ് ടണ്ണിന് ഏറ്റവും കുറഞ്ഞ ബിഡുകൾ ലഭിച്ചത്. ഇന്ത്യയുടെ യൂറിയ ഇറക്കുമതി ചെലവിൽ വൻ കുറവ് രേഖപ്പെടുത്തി. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന്റെ 17 ലക്ഷം ടൺ യൂറിയ ഇറക്കുമതി ടെൻഡറിലാണ് ടണ്ണിന് $445 മുതൽ $449 വരെയുള്ള ഏറ്റവും കുറഞ്ഞ ബിഡുകളാണ് ലഭിച്ചത്. ഏപ്രിലിൽ ഇന്ത്യൻ പൊട്ടാഷ് ലിമിറ്റഡ് നടത്തിയ ടെൻഡറിൽ ടണ്ണിന് $935 മുതൽ $959 വരെ വില ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ ഇത് 50% ഇടിവാണ്. വില കുറഞ്ഞതോടെ നിലവിലെ 17 ലക്ഷം ടണ്ണിനേക്കാൾ കൂടുതൽ യൂറിയ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായാണ് സൂചന. അതേസമയം കുറഞ്ഞ വില കാരണം പ്രധാന വിതരണ രാജ്യമായ ചൈന കയറ്റുമതി പദ്ധതികൾ പുനഃപരിശോധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഖരീഫ്, റാബി സീസണുകളിലെ ആവശ്യകത കണക്കിലെടുത്ത് ഇന്ത്യ കൂടുതൽ സംഭരണം ഉറപ്പാക്കാനാണ് ശ്രമം. യൂറിയ വിലയിലെ ഈ ഇടിവ് സർക്കാരിന്റെ വള സബ്സിഡി ഭാരം കുറയ്ക്കാനും സഹായിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് നേപ്പാൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം. ചില ഇറക്കുമതി വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും മാമ്പഴ കയറ്റുമതി സാധാരണ നിലയിൽ തുടരുകയാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലേക്ക് ഇന്ത്യൻ മാമ്പഴ കയറ്റുമതിക്ക് വിലക്കില്ലെന്ന് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. 2026 ജനുവരി മുതൽ ഇതുവരെ 2005 ടൺ മാമ്പഴം ഉൾപ്പെടുന്ന 149 കൺസൈൻമെന്റുകൾ നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്തു. ജൂൺ മാസത്തിൽ മാത്രം 266 ടൺ വരുന്ന 18 കൺസൈൻമെന്റുകളും അയച്ചു. ചൂടുവെള്ള സംസ്കരണം ഉൾപ്പെടെയുള്ള ചില ഫൈറ്റോ സാനിറ്ററി വ്യവസ്ഥകൾ നേപ്പാൾ പുതുക്കിയിട്ടുണ്ടെങ്കിലും നിബന്ധനകൾ പാലിക്കുന്ന കയറ്റുമതിക്ക് തടസ്സമില്ലെന്നാണ് നേപ്പാൾ അധികൃതരും വ്യക്തമാക്കുന്നത്. അതേസമയം മുൻകൂർ കൂടിയാലോചനയില്ലാതെ പുതിയ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ആശങ്ക ഇന്ത്യ നേപ്പാളിനെ അറിയിച്ചിട്ടുണ്ട്. 2024-25 ഇന്ത്യയുടെ മാമ്പഴ പേരയ്ക്ക കയറ്റുമതി മൂല്യം 43.45 കോടി രൂപയായി ഉയർന്നതായും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മലയോര മേഖലയിൽ ആശങ്കയുണർത്തി ഈന്തുമരങ്ങളുടെ വ്യാപക നാശം. കീടബാധയും കാലാവസ്ഥാ വ്യതിയാനവുമാണ് പ്രധാന കാരണങ്ങളെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ഈന്തുമരങ്ങളാണ് രോഗബാധയെ തുടർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇലകളിൽ മഞ്ഞളിപ്പ് പ്രകടമായ ശേഷം ക്രമേണ മുഴുവൻ ഇലകളും ഉണങ്ങുകയും പിന്നീട് തടിയടക്കം നശിക്കുകയും ചെയ്യുന്നതാണ് ലക്ഷണം. ഈന്തുമരങ്ങളുടെ നീര് ഊറ്റിക്കുടിക്കുന്ന ഒരു തരം കീടങ്ങളുടെ വ്യാപനമാണ് മരങ്ങൾ ഉണങ്ങാൻ പ്രധാന കാരണമെന്നാണ് കൃഷി വിദഗ്ധർ പറയുന്നത്. ബാലുശ്ശേരി, പനങ്ങാട്, നന്മണ്ട, നിർമ്മലൂർ മേഖലകളിലും സമാനമായ രീതിയിൽ ഈന്തുമരങ്ങൾ നശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കീടബാധ നിയന്ത്രിക്കാൻ മരുന്ന് തളിച്ചെങ്കിലും കാര്യമായ ഫലം ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ പരാതി. അതേസമയം ശക്തമായ കാലാവസ്ഥാ വ്യതിയാനവും മരങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വേനൽ മഴ ലഭിച്ച ശേഷവും മരങ്ങളിൽ പുതിയ ഇലകൾ തളിർക്കാത്തത് കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പ്രദേശത്തെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും ഈന്തുമരങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ഔഷധ ഗുണമുള്ള ഈന്തുകായ്ക്കും വിപണിയിൽ വലിയ ആവശ്യവും വിലയും ഉണ്ടായിട്ടും മരങ്ങളുടെ എണ്ണം കുറയുന്നത് ഭാവിയിൽ വലിയ തിരിച്ചടിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈന്തുമരങ്ങളെ സംരക്ഷിക്കുന്നതിനും രോഗകാരണം കണ്ടെത്തുന്നതിനുമായി അടിയന്തര പഠനവും പ്രതിരോധ നടപടികളും വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.